ഹായ്, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഏഷ്യൻ ഗെയിംസ്, കായികത്തിനകത്ത് ഏഷ്യൻ ഗെയിംസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ ഏഷ്യൻ ഗെയിംസിനെ പറ്റി ഇതുവരെ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള പൂർണ്ണമായ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലോകമഹായുദ്ധത്തിന് അവസാനം ഏഷ്യയിലെ പല രാജ്യങ്ങളും സ്വതന്ത്രമായി. ആ സമയത്താണ് ഏഷ്യയിൽ എന്തുകൊണ്ട് പ്രത്യേകമായിട്ട് ഒരു കായിക മത്സരം, ഏഷ്യൻ രാജ്യങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു കായിക മത്സരം പ്രത്യേകമായിട്ട് ഉണ്ടാക്കിക്കൂടാ എന്നുള്ളൊരു ചിന്ത വരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 1948 ലണ്ടനിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ പങ്കെടുക്കാനായിട്ട് ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ അംഗമായിരുന്ന ഗുരുദത്ത് സോന്തി എന്ന് പറയുന്ന ഒരാൾ, അതായത് ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അദ്ദേഹം പങ്കെടുക്കാൻ പോയിട്ട് അപ്പോൾ അദ്ദേഹത്തിന് തോന്നിയ ഒരു ആശയമാണ് എന്ത്, ഏഷ്യക്കാർക്ക് വേണ്ടിയിട്ട് ഒരു കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ആ ഒരു ആശയം വളരുകയും ഇപ്പം പറയുന്ന ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുന്ന രൂപത്തിലാവുകയും ചെയ്തു. അതിന് വേണ്ടിയിട്ട് 1949 ഇദ്ദേഹം ഒരു അത്ലറ്റിക് ഫെഡറേഷൻ, ഇദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു അത്ലറ്റിക് ഫെഡറേഷൻ വരികയും 1949 പുതിയൊരു സംഘടന രൂപം കൊണ്ടു. ആ സംഘടനയുടെ പേരായിരുന്നു ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ. ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ എന്ന പേരിൽ 1949 ഫെബ്രുവരിയിൽ ഒരു സംഘടന രൂപം കൊള്ളുന്നു. ആ സംഘടന രൂപം കൊണ്ടതിന് ശേഷം 1951 ഇന്ത്യയിൽ ന്യൂഡൽഹിയിൽ ധ്യാൻചന്ദ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഓഡിറ്റോറിയമുള്ള സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുന്ന ഇപ്പം പറയുന്ന ഈ ഒരു മാമാങ്കം നടക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 1951 ഏഷ്യൻ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തത്. ആതിഥേയ രാജ്യം നമ്മുടെ ഇന്ത്യ ആയിരുന്നു. ന്യൂഡൽഹി ധ്യാൻചന്ദ് സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. നമുക്കറിയാം അന്നത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ ഇത് ആരുടെ ആശയമായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുരുദത്ത് സോന്തിയുടെ ആശയമായതുകൊണ്ട് തന്നെ ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗുരുദത്ത് സോന്തി ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് പലയിടത്തായിട്ട് എഴുതിയിട്ടിരിക്കുകയാണ്. നിങ്ങളത് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക, ആ ഒരു ഓർഡറിൽ അങ്ങ് ഓർത്തിരിക്കുക. അങ്ങനെ 1951 ആദ്യമായിട്ട് നടന്നു. ഇത് 4 വർഷത്തിൽ ഒരിക്കലാണ് നടക്കുന്നത്. ഇപ്പോൾ 51 നടന്നാൽ പിന്നെ 4 വർഷം കഴിഞ്ഞിട്ടാണ് അത് ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ 4 വർഷം കൂടുമ്പോഴും ഏഷ്യയിലെ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു കായിക മത്സരമാണിത് ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുന്നത്. അതിൻ്റെ പഴയ പേരാണ്, അതായത് ഇത് നടത്തിക്കൊണ്ടിരുന്ന സംഘടനയുടെ പഴയ പേരായിരുന്നു ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കെ 1962 ഒരു പ്രശ്നം ഉണ്ടാവുന്നു. ഇസ്രായേലിനെയും തായ്വാനെയും പറ്റിയിട്ട് അവരുടെ ഒരു പ്രസൻസ്, അല്ലെങ്കിൽ അവർക്ക് ഇതിനകത്ത് പങ്കെടുക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ചർച്ച വരികയും അതിനകത്ത് കുറേ എതിർപ്പൊക്കെ വരികയും ചെയ്തു. അങ്ങനെ ഇസ്രായേലിനെ എന്നേക്കുമായിട്ട് പുറത്താക്കി. 1962 എന്നേക്കുമായിട്ട് പുറത്താക്കുന്നു. എന്നിട്ട് പറഞ്ഞു യൂറോപ്യൻ അത്ലറ്റിക് അല്ലെങ്കിൽ യൂറോപ്പിലുള്ള ഏതെങ്കിലും മത്സരത്തിൽ നിങ്ങൾ പങ്കെടുത്താൽ മതി, എന്നാൽ തായ്വാനെ നമ്മൾ കയറ്റി, ഏഷ്യൻ ഗെയിംസിനകത്ത് തായ്വാനെ കയറ്റി. പക്ഷേ അവരുടെ പേരെന്ന് പറയുന്നത് തായ്വാൻ ചൈനയുമായിട്ട് ഉൾപ്പെടുത്തിയിട്ടാണ് അവരുടെ പേര് ഇപ്പോഴും നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇരിക്കെ 4 വർഷത്തിലൊരിക്കൽ നടത്തിയെന്ന് പറഞ്ഞു. ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ എന്ന് പറയുന്ന പേര് പിന്നീട് മാറുന്നു, OCA എന്നാക്കി മാറ്റി. OCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ. ഇത് എന്തിൻ്റെ അണ്ടറിലാണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഇത് ആരുടെ ഭാഗമാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഭാഗമായ OCA ആണ് എന്ത് സംഘടിപ്പിക്കുന്നത്? ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ പഴയ പേര് ഏഷ്യൻ ഗെയിം ഫെഡറേഷൻ ആയിരുന്നു, ഇപ്പോഴത്തെ പേര് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ. എന്തിൻ്റെ ഭാഗമാണ്? ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ളത്. 4 വർഷത്തിൽ ഒരിക്കലാണ്. ഇനി ഇതിൻ്റെ ഔദ്യോഗിക നാമം നമ്മളോട് ചോദിക്കാം. ഏഷ്യാഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഏഷ്യാഡ് എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യം നടന്നത് 1951 ന്യൂഡൽഹിയിലാണ് നടന്നത്. ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. നെഹ്റുവിൻ്റെ കാലത്താണ് പിടികിട്ടിയത്. അപ്പം ആദ്യത്തെ കാര്യത്തിനെ പറ്റിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം ഒന്ന് നോക്കിക്കോളൂ. ആദ്യം നടക്കുന്ന സമയത്ത് ധ്യാൻചന്ദ് ഓഡിറ്റോറിയം നോക്കിക്കോണം. ഭാഗ്യചിഹ്നം, അതായത് ഓരോ വർഷം നടത്തുമ്പോഴും ഇതിനൊരു ഭാഗ്യചിഹ്നം ഉണ്ടാവും. ആദ്യത്തെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് അപ്പു എന്ന ആനയായിരുന്നു. അതുകൊണ്ടൊന്ന് നോക്കി വെച്ചോണം, ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു OCA, ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കുവൈറ്റ് ആണ്. കുവൈറ്റ് സിറ്റിയാണ് OCA എന്ന് പറയുന്ന സംഘടനയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത് 1982 നവംബർ 16 ന്യൂഡൽഹിയിൽ വെച്ചിട്ട് ചേർന്നത്. അതായത് 82 ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു ഏഷ്യൻ ഗെയിംസ് നടന്നത്. ആ സമയത്ത് ചേർന്ന ജനറൽ മീറ്റിംഗിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് എങ്ങോട്ട് മാറ്റുന്നത്? കുവൈറ്റിലേക്ക് മാറ്റുന്നത്. നേരത്തെ നമ്മുടെ ഈ സമയത്ത്, അതായത് ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ സിംഗപ്പൂരിലായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ OCAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? കുവൈറ്റ് സിറ്റി ആണെന്നൂടെ ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ഒളിമ്പിക്സിലെ പോലെ തന്നെ പ്രധാനപ്പെട്ട പ്രൈസ് എന്ന് പറയുന്നത് സ്വർണം,
ഫസ്റ്റ് പ്രൈസ് സ്വർണ്ണ മെഡൽ കൊടുക്കും, സെക്കൻഡ് വെള്ളി മെഡൽ കൊടുക്കും, തേർഡ് വെങ്കല മെഡലും കൊടുക്കും. അത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, എന്നാൽ നോക്കി വെച്ചിരുന്നാൽ മതി. ഇനി പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും എന്ന് പറയുന്നത്, അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞു, എല്ലാം ഓരോരോ ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അത് വിട്ട് കളയരുത്. ഇനിയുള്ള എക്സാം, കഴിഞ്ഞ എക്സാമിന് ചോദിച്ചില്ലെങ്കിൽ ഇനിയുള്ള എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നോക്കിക്കോളൂ, ഇനി നമ്മൾ പറയാൻ പോകുന്ന ഓരോ രാജ്യങ്ങൾ അല്ലെങ്കിൽ നേടിയ ആൾക്കാരെ പറ്റിയിട്ടാണ്. അതെപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ 2018 ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടന്നു കഴിഞ്ഞില്ലേ, 2022 ഇനി എവിടെ നടക്കാൻ പോകുന്നു, ഇപ്പോൾ 2034 വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ രാജ്യങ്ങളൊക്കെ നോക്കിക്കോണം. ഇപ്പം ചൈനയിൽ വെച്ചിട്ട് 2022 നടക്കാൻ പോകുന്ന ഭാഗ്യചിഹ്നമൊക്കെ അവർ പുറത്തിറക്കിയിട്ടുണ്ട്, അതിനെപ്പറ്റി നോക്കിക്കോണം. പിന്നെ ഈ ആദ്യം കിട്ടിയ ഓരോരുത്തരുടെയും കാര്യങ്ങൾ നോക്കിക്കോണം. അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആദ്യ ഏഷ്യൻ ഗെയിം മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ജപ്പാൻ. ഏഷ്യൻ ഗെയിം ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ രാജ്യം ചൈന. അപ്പോൾ അത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഏറ്റവും കൂടുതൽ തവണ ഏഷ്യൻ ഗെയിംസിന് വേദിയായിരിക്കുന്നത് ബാങ്കോങ് ആണ്. എവിടെയാണ്? ബാങ്കോങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഏഷ്യൻ ഗെയിംസ് നടന്നിട്ടുള്ളത്. ഇനിയും ഇതിൻ്റെ മുദ്രാവാക്യം, അത് ആദ്യമേ പറയേണ്ടതായിരുന്നു, എന്നാലും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. മുദ്രാവാക്യം എവർ ഓൺവേർഡ്സ്, എന്താണ്? എപ്പോഴും മുന്നോട്ട് എന്നാണ് ഇതിൻ്റെ ഒരു മുദ്രാവാക്യം. പിന്നെ നമ്മൾ പറഞ്ഞു പിതാവിൻ്റെ കാര്യം പറഞ്ഞു. മുദ്രാവാക്യം ചിഹ്നം ഇത് രൂപകൽപ്പന ചെയ്തത് ആര് തന്നെ? ഗുരുദത്ത് സോന്തി എന്ന് പറഞ്ഞ പിതാവ്. ആദ്യം നമ്മൾ പറഞ്ഞില്ലേ, ഈ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്ന ആളായിരുന്നു ഗുരുദത്ത് സോന്തി. അദ്ദേഹമാണ് മുദ്രാവാക്യവും ചിഹ്നവും എല്ലാം ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോണം. ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും അധികം മെഡൽ നേടിയ ഇന്ത്യൻ താരം, അതായത് ആ വർഷത്തെ ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് നമ്മുടെ PT ഉഷ. ഇനി മെഡൽ നേടിയ ആദ്യ മലയാളി വനിത, തെറ്റിപ്പോയത്, മെഡൽ നേടിയ ഏതെന്നല്ല, മെഡൽ നേടിയ ആദ്യ വനിത ഏഞ്ചൽ മേരിയാണ്, മലയാളി വനിത. സ്വർണം നേടിയ ആദ്യ മലയാളി വനിത MD വത്സമ്മ. 1982 1982 തെളിയുന്നില്ല, 1982 ഇന്ത്യയിൽ വെച്ച് നടന്ന. ഇനി PT ഉഷ 4 സ്വർണം നേടിയ വർഷം ഇപ്പം നമ്മൾ പറഞ്ഞായിരുന്നു, അത് 86 4 സ്വർണം PT ഉഷയ്ക്ക് കിട്ടുന്നത്. ഇനി സ്വർണം നേടിയ ആദ്യ വനിത, ഇന്ത്യൻ വനിത, മലയാളി വനിത അല്ല, ആദ്യ വനിത കമൽജിത്ത് സന്ധു ആണ്. ഇനി ഇന്ത്യയിൽ 2 തവണയാണ് നമ്മുടെ ഏഷ്യൻ ഗെയിംസ് നടന്നിട്ടുള്ളത്. ഒന്ന് ആദ്യത്തെ 1951, പിന്നെ 82 2 വട്ടം. ഓക്കെ, ഈ 82 എന്തുണ്ടാവുന്നത്? വൈറ്റ് സിറ്റിയെ എന്താക്കി മാറ്റിയത്? ഹെഡ് ക്വാർട്ടേഴ്സ് ആക്കിയൊക്കെ മാറ്റിയത്. ഇനി ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ മലയാളി, വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്ന മലയാളി വനിതയൊന്നുമല്ല, ആദ്യ മലയാളി TC യോഹന്നാൻ 1974. എന്താണ്? വ്യക്തിഗത ഇനത്തിൽ ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? TC യോഹന്നാൻ 1974. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തിട്ടോളൂ. നമുക്ക് വേദികൾ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. എല്ലാ വേദികളും പഠിക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് ഇന്ത്യയിൽ വെച്ച് നടന്ന 2 കാര്യങ്ങൾ ഏതൊക്കെ വർഷമായിരുന്നു? ആദ്യത്തേത് എന്നാണ്? ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നത് എന്നാണ്? ഇനി നടക്കാൻ പ്രഖ്യാപിച്ചിരിക്കുന്ന 2 കറണ്ട് അഫയേഴ്സ് ഉണ്ട്, അതും കൂടെ മാത്രം മതി. 1951 ആദ്യമായിട്ട് നടന്നത് ഇന്ത്യ ന്യൂഡൽഹി. ഇന്ത്യയിൽ 2 വട്ടം നടന്നെന്ന് പറഞ്ഞു, 51 82. അത് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചോണം. 2010 നടന്നത് ചൈന. വേണമെങ്കിൽ 2006 കൂടെ എഴുതി വെച്ചോളൂ. 2006 നടന്നത് ഖത്തറിൽ വെച്ചിട്ടായിരുന്നു, ഖത്തറിലെ ദോഹയിൽ വെച്ചിട്ടായിരുന്നു 2006. 2010 ചൈനയിൽ വെച്ച് നടന്നു. 2014 ദക്ഷിണ കൊറിയയിൽ വെച്ച് നടന്നു, ചൈനയായിരുന്നു ജേതാക്കൾ. ഇനി 2018 ഇപ്പം കഴിഞ്ഞത് ജക്കാർത്ത, ഇന്തോനേഷ്യയിൽ ജക്കാർത്തയിൽ വെച്ചിട്ടായിരുന്നു. അത് 18ാമത് ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു ഇപ്പം കഴിഞ്ഞത്, അത് ജക്കാർത്ത 2018. ഇനി 2022 നടക്കാൻ പോകുന്നത് ചൈനയിലെ ഹാൻചൗ, സാംസ്കാരിക നഗരമായ ഹാൻചൗയിൽ വെച്ചിട്ടാണ്. ഭാഗ്യചിഹ്നം ഇപ്പം അവർ പുറത്തു വിട്ടിട്ടുണ്ട്, 3 പ്രതിഭ പോലെ ഇരിക്കുന്നത്, നിങ്ങൾ നോക്കിയാൽ മതി. ലിയാൻ കോങ് ചെൻ എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ് അവർ ഭാഗ്യചിഹ്നമായിട്ട് 2022 പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി 2026 പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലം നഗോയ, ജപ്പാനിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന 2 കാര്യങ്ങളാണ്, ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. 2030 വെച്ചിട്ട് ഖത്തറിൽ വെച്ചിട്ട് പിന്നെയും നടക്കാൻ പോകുന്നു. ദോഹ ഖത്തറിലാണ് 2030 നടക്കാൻ പോകുന്നത്. 34 സൗദി അറേബ്യയിൽ വെച്ചിട്ടുമാണെന്ന് ലേറ്റസ്റ്റ് കറണ്ട് അഫെയർ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വേദികളെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു.
നമുക്ക് 2018 കുറച്ച് ഡീറ്റെയിൽസ് ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന എന്താണോ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് തോന്നുന്നത് പറയാം. 2018 ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക ഏന്തിയ താരമായിരുന്നു നീരജ് ചോപ്ര. 2018 ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക ഏന്തിയ താരം നീരജ് ചോപ്ര. ചരിത്രത്തിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര എന്ന് പറയുന്നത്. 2018 ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവാണ് ബജ്റംഗ് പൂനിയ. 2018 ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവ് ബജ്റംഗ് പൂനിയ. ഷൂട്ടിങ്ങിൽ, അതായത് ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് സൗരഭ് ചൗധരി, 16 വയസ്സുകാരൻ. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിങ്ങിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത രാഹി സർണോബത്ത. പുരുഷന്മാരുടെ 800 മീറ്റർ ഓട്ടത്തിൽ സ്വർണ്ണ മെഡൽ ജേതാവായിരുന്നു മഞ്ജിത് സിംഗ്. അതുപോലെ 1500 മീറ്റർ ഓട്ടം സ്വർണവും കിട്ടി. 800 മീറ്റർ ഓട്ടത്തിൽ വെള്ളിയും നേടിയ ആളായിരുന്നു ജിൻസൺ ജോൺസൺ. 48 വർഷങ്ങൾക്കു ശേഷം ഇന്ത്യക്കായി ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയത് അർപീന്ദർ സിംഗ് ആണ്. ട്രിപ്പിൾ ജമ്പിൽ 48 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യക്കായിട്ട് സ്വർണം നേടിയത് അർപീന്ദർ സിംഗ്. ബാഡ്മിന്റൺ വനിതാ വിഭാഗം സിംഗിൾസിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് PV സിന്ധു. അപ്പം ഇത് 2018 കറണ്ട് അഫയേഴ്സിന് അത് നമ്മൾ പറഞ്ഞല്ലോ, വേദിയുടെ കാര്യം നിങ്ങൾ വിട്ടുപോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുകൂടെ നോട്ട് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ ഏഷ്യൻ ഗെയിംസിന് വേണ്ട കാര്യങ്ങളെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.